കവരത്തി ദ്വീപിലെ റിപ്പബ്ലിക് ഡേ പരേഡും അടിപൊളി ഭക്ഷണ വിശേഷങ്ങളും അതുപോലെ ആദ്യത്തെ ചോപ്പർ ഹെലികോപ്റ്റർ എക്സ്പീരിയൻസും ചേർന്നാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പം ഇങ്ങനെ പൊളിക്കല്ലേ. ജനുവരി 26 ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ എന്നതൊരു പ്രത്യേകത ഉണ്ട്, ഇന്ന് നമ്മളുള്ളത് ലക്ഷദ്വീപിലാണ്. അങ്ങനെ ലക്ഷദ്വീപിലെ കവരത്തിയിലെ റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ജനസാഗരങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ വർഷത്തെ കളർഫുൾ റിപ്പബ്ലിക് ഡേ പരേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി, ലക്ഷദ്വീപ് പോലീസ് തുടങ്ങിയ സേനകളിലെയും അതുപോലെ തന്നെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ ഓരോന്നായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ലക്ഷദ്വീപ് സ്കൗട്ടിലെ ചുള്ളൻ കുട്ടികളുണ്ട് കേട്ടോ പരേഡിന്. അങ്ങനെ അവസാനമായിട്ട് ഈ വരുന്നതാണ് മിസ്റ്റർ സന്ദീപ് കുമാർ IAS, നമ്മുടെ ഹോണറബിൾ അഡ്മിനിസ്ട്രേറ്ററിന്റെ അഡ്വൈസർ. അപ്പൊ ഈ വരുന്ന സന്ദീപ് ജി ആണോ നമ്മുടെ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ്. അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനൊക്കെ ശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റ് പരേഡ് ഇൻസ്പെക്ഷന് വേണ്ടി ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫോഴ്സിന് സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ, ട്രോഫിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ റിസർവ് ബറ്റാലിയൻ, ലക്ഷദ്വീപ് പോലീസ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, കമാൻഡോ വിഭാഗം തുടങ്ങി കുഞ്ഞു കുട്ടികളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC കേഡറ്റുകൾ വരെ ഇതിലുണ്ട് കേട്ടോ. ഈ പരേഡിന് ശേഷം നല്ല കളർഫുൾ ആയിട്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ പ്രോഗ്രാം അവസാനിച്ചത്. അങ്ങനെ വിശന്ന് പറഞ്ഞ് നമ്മൾ എത്തിയിട്ടുള്ളത് കവരത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ പഴംപൊരി ഉണ്ട്, പൊരിച്ച പത്തിരി ഉണ്ട്, അതേപോലെ തന്നെ വട ഉണ്ട്. നല്ല വിശപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ പൊറാട്ടയും മുട്ട റോസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫുഡീഷ ആണെങ്കിലോ മീൻ കറിയും പൊറാട്ടയും. കവരത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഫുഡൊന്നും വല്ലാണ്ട് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി കവരത്തിയിൽ അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ നല്ലൊരു ഹോട്ടലിൻ്റെ കുറവുണ്ട് എന്നുള്ളത്. ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ പോയത് ദ്വീപിലെ മനുഷ്യരുടെ കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള ഡീസലിനേഷൻ പ്ലാന്റ് ആണ്. കവരത്തിയിലുള്ള NIT പ്ലാന്റിലാണ് നമ്മളുള്ളത്. 1000 ലിറ്റർ ശുദ്ധീകരിച്ച 1 ലിറ്റർ കിട്ടും. 1 ലക്ഷം ലിറ്റർ ഒരു ദിവസം. നമുക്ക് എല്ലാവർക്കും അറിയാം ദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലം കടലിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെള്ളം ഒക്കെ ഒരു ഉപ്പ് ചുവ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഉപ്പ് ചുവ മാറ്റി വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. NIOT അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റൽ കമ്പനിയാണ്. ഈ ലോ ടെമ്പറേച്ചർ തെർമൽ ഡിസലിനേഷൻ അഥവാ LTTD എന്നുള്ള ടെക്നോളജിയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ഓഫ് എമിഷൻ ആണ്, പൊല്യൂഷൻ ഫ്രീ ആണ് ഈ ഒരു പ്രോസസ്സ് മുഴുവനായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിൽ മൊത്തം 5 പ്ലാന്റ്സ് ആണ് നിലവിലുള്ളത്. ഒരുപാട് പ്ലാന്റിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തുടങ്ങുന്നുണ്ട്. റോഡ് സൈഡിലാണ് റോഡിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകണല്ലേ. ഇപ്പോൾ എല്ലാ വീടുകൾക്കും പൈപ്പിലെത്തും. 2014 ഇത് കമ്മീഷൻ ചെയ്തത്. എല്ലാ വീടുകളിലേക്കും മീറ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്രീ ആണ്, ഇതുവരെ ഫ്രീ ആയിരുന്നു. ഇനിയിപ്പോ മീറ്റർ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ കാശ് കൊടുത്തിട്ട് പട്ടേൽ ജി ഇതൊന്നും പറയുന്നത് പട്ടേൽ ജിയും കൂടി ഏതായാലും നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇതുപോലെ 1 ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഈ പ്ലാന്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ് അത്. പ്ലാന്റേഷന്റെ ഈ ഒരു ഏരിയ ഉണ്ടോ, ബാക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ബാക്കിൽ കാണുന്ന സലൈനേഷൻ പ്ലാന്റ്, ഇത് ആ പൈപ്പ് വരുന്ന സ്ഥലമാണ്. കവരത്തിലുള്ള ഒരു ബംഗ്ലാവാണിത്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വലിയ പ്രോപ്പർട്ടി ഒക്കെ ആണെന്ന്. കാരണം ഭയങ്കര ബീച്ച് വ്യൂ ഒക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ ഇത് നമ്മളെ പ്രഫുൽ പട്ടേൽ, ഇവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്ററുടെ ബംഗ്ലാവാണ്. ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഹോസ്പിറ്റലുകൾ നിർത്തിവെപ്പിച്ച് ഇത്തരം എല്ലാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൂപ്പര പേഴ്സണൽ ആവശ്യത്തിന് ഒരാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്ര വലിയൊരു ബംഗ്ലാവ്. നമ്മൾ ഇന്നിവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട്, ഫിഷ് ഫെസ്റ്റ്. അപ്പോൾ അവിടത്തേക്കുള്ള സാധനം ഉണ്ടാക്കുന്ന താത്താനടുത്ത് പോകണം ലൈവായിട്ട് ഫുഡിൻ്റെ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഫുഡ് ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കൾച്ചറൽ ഐറ്റംസ്. ചൂരന് പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ മീൻ കൊണ്ടുവരുന്നത്
നമ്മളോട് ചെറുതുണ്ടെങ്കിൽ മറ്റേ നത്തോലി അതിനെ കുറച്ച് നിന്ന മരിക്കാറൊക്കെ ഫ്രൈ ആക്കല ഫ്രൈ ആക്കും, പാലട ഉണ്ടാക്കും, ഫ്രൈ ഉണ്ടാക്കും, പിന്നെന്താ പറയുക മറ്റേ ഇപ്പൊ ഇവരുണ്ടാക്കുന്ന കറുവ തേങ്ങാപ്പരൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം. കവരത്തിലെ നമ്മുടെ സ്വന്തം ഡോക്ടർ റിയാസ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ ഈ ഐറ്റം അപ്പൽ ഫ്രൈ അഥവാ ഒക്ടോബസ് ഫ്രൈ. ശരിക്കും തിരിച്ചു വരാൻ വേണ്ടും നമ്മള് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടർ നമ്മളെ കൂട്ടിയിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നമ്മളെ പ്ലാൻ മാറി. പെട്ടെന്ന് ഒരു പുതിയൊരു ടൂറിസം ഓഫീസർ ഇന്നലത്തെ ആള് വിളിച്ച് ഹെലികോപ്റ്റർ ഐഡിയ വന്നു. ഹെലികോപ്റ്റർ ബാക്കി അവിടെ ചോപ്പറിലുള്ള ഒരു യാത്ര. ഹെലികോപ്റ്റർ യാത്രക്ക് വേണ്ടിയിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ കവരത്തി. കൊളായ മച്ചാനെ ഇവിടെ ആളില്ല കേട്ടോ. നമ്മളിവിടെ വന്നപ്പോ ഡ്യൂട്ടി ഇൻചാർജ് പള്ളിയിൽ പോയതാ. 1 മണിക്ക് ചോപ്പറുമാണ്. അപ്പൊ കവരത്തിൽ നിന്ന് നമ്മൾ ചോപ്പറിൽ അകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അപ്പൊ മുജീബായിന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ ഉള്ള പോലീസ് ഓഫീസർ. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു 5 മിനിറ്റോട് കാര്യങ്ങൾ കഴിഞ്ഞ് ക്ലിയറൻസ് കിട്ടി. നേരെ നമ്മളെ ഹെലിപാഡിലേക്ക് പോവാണ് പറക്കാൻ വേണ്ടിയിട്ട്. സോ എക്സൈറ്റഡ്. കവരത്തിലെ ടൂറിസം ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് ഇംതിയാസ് സാറിനോട് നമ്മൾ പറഞ്ഞിരുന്നു ഹെലികോപ്റ്ററിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സെറ്റാക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ പറക്കാനുണ്ട്, കയറുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊന്നും നോക്കിയില്ല. പെട്ടെന്ന് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് നേരെ പോവാണ് ഹെലിപാഡിലേക്ക്. ഞങ്ങൾ പോകുന്നു. മോദിജി, നമുക്ക് പോവാനുള്ള ചോപ്പർ ഇത് അവിടെ ഉണ്ട്. ഫസ്റ്റ് ചോപ്പർ യാത്ര ആണോ ഫുഡിജ? അയ്യയ്യേ, ഞാനും മുതലാളിയാണ് നമുക്ക് ഉള്ള സെറ്റാക്കി തന്നത് ചോപ്പർ. ഞാൻ വിളിച്ചു പറഞ്ഞു നാളത്തേക്ക് ടൈറ്റാ, ഷെഡ്യൂൾ ആയിട്ടില്ല, ഇന്ന് വിടുന്നുണ്ടെങ്കിൽ നോക്കാൻ തോന്നുന്നു. താങ്ക് യു മാൻ. വെയിറ്റ് നോക്കണം നമ്മളെ ലഗേജിന്റെ ചോപ്പറിലേക്ക് പോകുമ്പോൾ. പെട്ടെന്ന് പോയി വിൻഡോ സീറ്റ് വേണ്ട നിങ്ങൾക്ക്. എല്ലാ ഫോർമാലിറ്റീസും ഇപ്പൊ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പറിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ ടൂറിസം ഓഫീസർ ലക്ഷദ്വീപിലെ ഇംതിയാസ് മുഹമ്മദ്. അപ്പൊ സാറിന്റെ സഹായത്തിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ചോപ്പറിൽ പോകാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ ചോപ്പർ എക്സ്പീരിയൻസ് ആണ് ഇത്. ശരിക്കും എന്തിനൊക്കെയാണ് ഈ ഒരു ചോപ്പർ യൂസ് ചെയ്യുന്നത്? ബേസിക്കലി ചോപ്പർ നമ്മുടെ മെഡിക്കൽ എയർ ആംബുലൻസ് ആണ്. ഓക്കെ, അപ്പോൾ വേണ്ടി മാത്രമാണുള്ളത്. പിന്നെ VIP മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും ടിക്കറ്റ്സ് ഒക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ടിക്കറ്റ് എടുത്ത് പോകാന്നുള്ള അവൈൽ ചെയ്യാന്നുള്ളതല്ലാതെ ഷെഡ്യൂളിംഗ് അല്ല. ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഒന്ന് കണക്ട് ചെയ്യാൻ ഞങ്ങളും വളരെ ഹാപ്പിയാണ്. നമ്മളിവിടെ 2 ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മളത്. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ കാണാം. അതേപോലെ ഒരു ഫിഷ് ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഫിഷ് ഫെസ്റ്റ് നമ്മളെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാമിന് നമ്മൾ നിൽക്കുന്നില്ല. നമുക്ക് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുത്തു. ഇതാ ആദ്യത്തെ ചോപ്പർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പൈലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, ക്യാപ്റ്റനൊക്കെ വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഫുഡീസ് ഉണ്ട്, ഇവിടെ ടൂറിസം ഓഫീസർ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ പറക്കാൻ പോവാണ് കവരത്തി ഐലൻഡ് ടു അഗത്തി ഐലൻഡ്. വെസലിൽ 2 മണിക്കൂറുള്ള യാത്രയാണ്. വെറും 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ചോപ്പറിൽ പോകുന്നത്. അഗത്തി എയർപോർട്ടിലേക്ക് അപ്രതീക്ഷിതമായി 2ാമത്തെ പ്രാവശ്യം കൂടി നമ്മൾ വന്നിരിക്കുകയാണ്. വെൽക്കം ടു ലക്ഷദ്വീപ് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്ക് അഗെയിൻ ടു അഗത്തി ഐലൻഡ്. അപ്പോൾ നമ്മൾ അഗത്തിയിൽ സേഫാക്കി ഇറക്കി വേറെ ഗസ്റ്റുമായിട്ട് തിരിച്ച് കവരത്തിലേക്ക് ചോപ്പർ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആരും ഇല്ലല്ലേ എയർപോർട്ടിൽ? നമ്മൾ മാത്രമേ ഉള്ളൂ. മനസ്സില്ല കേട്ടോ എയർപോർട്ടിൽ. ഉച്ചക്ക് കിടക്കുന്ന എയർപോർട്ടാണ് ഗൈസ്.
വണ്ടിയത് ഓ ഇതെന്തത് ഇറങ്ങിയപ്പോ തന്നെ വണ്ടി ഞങ്ങള് 4 ആള് എയർപോർട്ടിൽ കൊള്ളാലോ അത്രേ ഉള്ളൂ. സാറിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കയറാൻ പറ്റുള്ളൂ പറഞ്ഞു. കണ്ടല്ലേ വരുന്നുണ്ടാ എവിടെ കാണുന്നുണ്ട് സാറേ ജയിലിലൊക്കെ നമ്മളെ ഈ കാണുന്ന മനുഷ്യനാണ് മുജീബായി. മുജീബായി ലക്ഷദ്വീപ് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയാണ് നമ്മളിവിടുത്തെ വൺ ഓഫ് ദ ഹോസ്റ്റ്. നമ്മൾ ഹെലികോപ്റ്റർ വഴിയാണ് ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മൾ നോർമലി ചോപ്പറിൽ വന്നുള്ള ഫോർമാലിറ്റിയാണ്. നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഒരു ക്ലിയറൻസ് എടുക്കണം കവരത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതേപോലെ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അഗത്തി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. ഈ പെർമിറ്റ് ഹോൾഡേഴ്സിനുള്ള ഒരു ഫോർമാലിറ്റി. നമ്മൾ ഓരോ ദ്വീപിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഓരോ രീതിയിലാണ് നമുക്ക് സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. പെർമിറ്റ് ഹോൾഡർ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അസ്സലാമു അലൈക്കും. പേര് അന്ന അന്ന ഇത് മൂത്താണല്ലോ ഇളയതില്ല. ഹലോ ഫുഡ് കഴിച്ചാ ഓ പെട്ടെന്ന് തന്നെ മച്ചാൻ നമ്മളിപ്പം പെട്ടെന്നുണ്ടായ ചോപ്പർ വരവും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് തന്നെ പുള്ളി ഫുള്ള് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കേട്ടോ. വൈഫിനോട് പറഞ്ഞിട്ട് എല്ലാത്തൊരു ഹോസ്പിറ്റാലിറ്റി തന്നെ. എന്താ അവസ്ഥ? ചൂരനും ഉണ്ടല്ലേ, അത് മെയിൻ ഇഷ്ടം തന്നെ ഉണ്ട്. കുറച്ച് കൊണ്ടുപോകാം, നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരൊക്കെ ടേസ്റ്റ് ചെയ്യും. കാരണം ഇവിടുത്തെ സുർക്ക എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് സുർക്കല്ല, ഇത് ഉണ്ടാക്കുന്നതാണ്, നേരിട്ട് കിട്ടുന്ന സുർക്കയാണ്, കെമിക്കലൊന്നും ചേർക്കാത്ത. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കുഴച്ചിട്ട് കഴിച്ചാണ്ടല്ലോ മക്കളെ. നല്ല കിടിലം ബിരിയാണി, ഒന്നും പറയാല്ല. നല്ല ചൂടുണ്ട്. കസ്റ്റാർഡ് കസ്റ്റാർഡ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ നേരെ റെസ്റ്റ് ചെയ്തു. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണം ഓരോ സ്ഥലത്തു നിന്നാണ് കേട്ടോ. ഇന്ന് മുജീബിന്റെ വൈഫ് ഹൗസിൽ നിന്നായിരുന്നു. നമുക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് ടാബ്ലിന് ഉള്ളത്. ഈ കാണുന്നതാണ് ഇട്ട് ബന്ധത്. പിന്നെ നാടൻ പേര് ഇട്ട് ഇട്ട് ബന്ധത് മാത്രമല്ല കേട്ടോ, ഒരു ടേബിൾ നിറച്ചും വെറൈറ്റി ഡിഷസ് ആണ്. കണ്ടോ, മീനിന്റെ ഒരു ഗ്രേവി പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. ഈ കാണുന്നതാണ് ഫാൽ, കിലാഞ്ചിയും ഫാലും. ടൂണന്റെ അച്ചാറാണ് ഈ കാണുന്നത്. അതിന് പുറമെ ഇതാ ഉള്ളി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, ഉള്ളി പലതരത്തിൽ മീനും കൂട്ടി ഉണ്ടാക്കിയൊരു ഐറ്റം ഉണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ, ഇട്ട് ബന്ധത്, എല്ലാം കൂടി ഒരു അടിപൊളി ഡിന്നറായിരുന്നു കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. മീരം തന്നെ ഉണ്ടാക്കുന്ന ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കര വെച്ചുണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് പാല്, അല്ലെങ്കിൽ ഫാല് എന്ന് ലക്ഷദ്വീപ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ ഫാല് കൂട്ടണമെങ്കിൽ അതിലേക്ക് ഒരു അട വേണം, കിലാഞ്ചിയും ഫാലും. അപ്പൊ ഈ ഒരു ഡിഷ് ഭയങ്കര ഫേമസ് ആണ് ലക്ഷദ്വീപില്. അടല്ല അട, ഇതാണ് കിലാഞ്ചി എന്ന് പറയുന്ന സാധനം. ഇതാണ് ഇത് നമ്മുടെ നഗത്തിന് ഇതിന് പറയുന്നത് എന്റെ ബോസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പായസം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, കൊക്കുംബർ ഉണ്ട്, കക്കരി കേട്ടാ മതി.